ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവ് പുതിയ പ്രൊമോയിൽ കാര്യങ്ങളൊക്കെ വീണ്ടും കൈവിട്ട് പോവുകയാണ്. നമ്മുടെ ചന്ദ്രമതി ശ്രുതിനെ ആ ഷോപ്പിൽ വന്ന് പിടിക്കുന്നുണ്ട് അല്ലെ കൂട്ടുകാരെ. പിന്നീട് നമ്മുടെ ശ്രുതി ആണെങ്കിൽ കൂട്ടുകാരനോടൊപ്പം കൂടെ കുടിച്ച് ലക്കില്ലാതെ നടക്കുന്നുണ്ട്. പിന്നീട് പോലീസ് പിടിക്കുന്നുണ്ട്, ജയിലിൽ ഇടുന്നുണ്ട്. അവിടെ വന്ന് നമ്മുടെ എന്താ പറയാ, ശ്രുതിയുടെ അച്ഛനും സച്ചിയും കൂടെ വന്നാണ് ശ്രുതിനെ ജയിലിൽ നിന്നും ഇറക്കി കൊണ്ടുപോകുന്നത്. ശേഷം വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശ്രുതി അച്ഛന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ട്, അച്ഛനെ ഞാൻ ചതിച്ചിട്ടുണ്ട്, അച്ഛനോട് കുറെ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിനും കൂടിയുള്ള ശിക്ഷയാണ് അച്ഛാ ഇപ്പൊ എനിക്ക് കിട്ടിയത്, എന്നോട് ക്ഷമിക്കച്ചാ എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സച്ചിക്കും രേവതിക്കും ഭയങ്കര സങ്കടം കേട്ടോ. അപ്പൊ രേവതി സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, നമ്മൾ വീരാനിക്കയെ കണ്ടിട്ട് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ കുടുംബത്തോട് ചെയ്ത് വലിയൊരു ചതിയായി പോയാനേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, അത് വേണമായിരുന്നോ ശരിക്കും, ഈ കുടുംബത്തിന്റെ സമാധാനം പോയില്ലേ എന്നും പറഞ്ഞ് അങ്ങനെ ഒരു ചർച്ച അപ്പുറത്ത് നടക്കുന്നുണ്ട്. ശേഷം നമ്മുടെ സുധി കുടിച്ചു കൂത്താടിയാണല്ലോ വന്നിരിക്കുന്നത്. എന്നിട്ട് അച്ഛനടുത്ത് അവിടെ മാപ്പൊക്കെ പറഞ്ഞ് അവിടെ വീണ് പോകുന്നുണ്ട്. ശേഷം നമ്മുടെ സച്ചിയാണ് സുധീനെ താങ്ങി മുറിയിൽ കൊണ്ടുപോയി കിടത്തുന്നതും എന്താ പറയാ, ഡ്രസ്സൊക്കെ മാറ്റി വേറെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് കിടത്തി കട്ടിലിൽ കിടത്തി ഉറക്കി പുതപ്പൊക്കെ പുതപ്പിച്ചാണ് നമ്മുടെ സച്ചി അവിടെ നിന്നും ആ മുറിയിൽ നിന്നും പോകുന്നത് കേട്ടോ. അങ്ങനെ വളരെ എന്താ പറയാ, സങ്കടം നിറഞ്ഞൊരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി നമ്മുടെ ശ്രുതിയുടെയും സുധിയുടെയും ബന്ധം എന്തായിത്തീരും എന്നുള്ളൊരു വലിയ ചോദ്യമാണ് നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ, അല്ലേ? കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.